ഞാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഒരു വ്യക്തത വരുത്തിക്കോട്ടെ. അങ്ങ് നേരത്തെ എന്നോട് ചോദിച്ചത് വോട്ട് കട്ടെടുത്തില്ലേ എന്ന നാണംകെട്ട ചോദ്യം ചോദിക്കാൻ നാണമില്ലേ എന്നുള്ളതാണ്. ദയവ് ചെയ്ത് അങ്ങേക്ക് ചാനൽ മാറിപ്പോയി. അത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലെ ഇന്നത്തെ ചർച്ചയുടെ ടൈറ്റിലാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ മറുപടി പറഞ്ഞോട്ടെ. ഞങ്ങളുടെ ഒരു കാർഡിലോ ഒരു ചോദ്യത്തിലോ കട്ടെടുത്തോ എന്നൊരു പ്രയോഗം ഈ ചർച്ചയിൽ പോയിട്ടില്ല. നിങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭാഷയാണ്. അല്ലല്ല ഈ ഭാഷ അല്ലല്ല അതിലേക്ക് ഇപ്പൊ പോകാൻ കഴിയില്ല. താങ്കളുടെ ആരോപണത്തിന് മറുപടി പറഞ്ഞു. ഈ ചർച്ചയുടെ ടൈറ്റിലെ കുറിച്ച് ചോദിച്ചു. അതിൽ ഞാൻ വിശദീകരണം നൽകി. താങ്കൾ അതേ ആരോപണത്തിൽ നാണം കെട്ട ടൈറ്റിലാണ് എന്നതിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല ഒരു അത് ഞാൻ നാണം കെട്ട ടൈറ്റിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു ചെറിയ തെറ്റ് താങ്കൾ പറഞ്ഞു, അതൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. അന്തിക്കാട് പഞ്ചായത്തിൽ 2021 LDFന് 7185 വോട്ടാണ് കിട്ടിയത്. 7185 വോട്ട്. 2024 5229 വോട്ട്. 2021 BJPക്ക് കിട്ടിയത് 1935 വോട്ടാണ്. 2021 5554 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സുനിൽകുമാറിന്റെ ബൂത്തിൽ BJP അല്ല. ഞാൻ ഒരു മിനിറ്റ് ഞാൻ രണ്ടാമതൊന്ന് പറഞ്ഞോട്ടെ. അന്തിക്കാട് ബൂത്ത് 29 2021 537 വോട്ടാണ് LDFനുള്ളത്. ഞാൻ ക്ലിയർ ആയിട്ടാണ് പറയണത്, അതിനകത്ത് എനിക്കൊരു മാറ്റവും ഇല്ല. 2021 അത് 224 വോട്ടാണ് BJP കിട്ടിയത്. 2024 537 വോട്ട് 2021 ഉണ്ടായിരുന്ന LDFന് 374 വോട്ടായിട്ട് കുറഞ്ഞു. BJPക്ക് 2021 224 വോട്ടുണ്ടായിരുന്നത് 2021 224 വോട്ടുണ്ടായിരുന്നത് 2024 350 ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, ലീഡ് ചെയ്തത് ബൂത്ത് എന്നുള്ള നിലയ്ക്ക് സുനിൽകുമാറാണ്. 374 വോട്ട് സുനിൽകുമാറിന്, 359 വോട്ട്. ഒറ്റ മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത് 2021 500 അല്ല പഞ്ചായത്തിലാര്. ഞാൻ പഞ്ചായത്തിലെ കാര്യം കൂടി പഞ്ചായത്തിൽ BJP ഞാൻ ബൂത്തിൽ ഒരു വരി പറഞ്ഞിട്ട് പൊക്കോ. 135 വോട്ട് സുനിൽകുമാറിന്റെ ബൂത്തിൽ 135 വോട്ട് BJPക്ക് കൂടി. അത് സുനിൽകുമാർ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം, 135 വോട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? വേണ്ട, 135 വോട്ട് കൂടി. അല്ല ആയിക്കോട്ടെ, 135 വോട്ട് 29 സമയം ഗോപാലകൃഷ്ണനുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഏർപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. താങ്കൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തുള്ള മുഴുവൻ വോട്ടർമാർക്കും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കും. ആസേതു ഹിമാചലം പരന്നു കിടക്കുന്ന രാജ്യത്തെ ഏത് വോട്ടറെയും ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കും. 6 മാസം മുമ്പ് വാടക വീടെടുത്ത് കൊടുക്കും, താമസിപ്പിക്കും. ആ ആലോചനയിലാണ് BJP എന്നാണ് പറഞ്ഞത്. Debate with Dr. Arun Kumar.